CPMന്റെ മുതിർന്ന നേതാവ് ആലപ്പുഴയിലെ ജി സുധാകരൻ പാർട്ടി വിട്ടു. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. ആരുടെയും പിന്തുണ തേടില്ല, എവിടെയും പോയി പ്രസംഗിക്കില്ല. പക്ഷേ ഞാനിപ്പോഴും ആ പാർട്ടിയുടെ ആശയങ്ങളോട് അതിൻ്റെ നിലപാടുകളോടൊക്കെ യോജിച്ച് നിൽക്കുന്ന ആളാണ്. ഈ പറയുന്ന സമരകാലത്തൊക്കെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവായി നിന്ന് ഒരുപാട് മർദ്ദനമൊക്കെ ഏറ്റുവാങ്ങിയതാണ്. അപ്പോൾ ജി സുധാകരൻ മത്സരിക്കാനായിട്ട് ഇറങ്ങുന്നു എന്ന് പറയുന്നത് മൊത്തത്തിൽ CPMനുള്ള ഒരു താങ്ങാണോ? കാരണം പാർട്ടി ജീർണിച്ച് വരികയാണെന്ന് നിലവിൽ ഒരു അഭിപ്രായമുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് ജി സുധാകരൻ മാറുകയാണോ? ഇനി സുധാകരൻ പോയാൽ MVRനും KR ഗൗരിയമ്മയ്ക്കും ഉണ്ടാക്കാൻ കഴിയാത്ത എന്ത് ചലനമായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പറ്റുക? സുധാകരൻ്റെ പത്രസമ്മേളനം ഞാൻ മുഴുവൻ കണ്ടു. അത് ശരിക്കും ഒരു സ്റ്റഡി ക്ലാസ് പോലെ ഇരുന്നു. സ്റ്റഡി ക്ലാസ്സൊക്കെ പാർട്ടി സ്കൂളിൻ്റെയൊക്കെ പ്രിൻസിപ്പലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴാണ് ആ സ്ഥാനമൊക്കെ ഒഴിഞ്ഞത്. അതുവരെ അദ്ദേഹം പോയി ഈ ക്ലാസ് എടുക്കാത്ത ഒരു പഞ്ചായത്ത് പോലും, ഒരു വാർഡ് പോലും ഇവിടെ ഇല്ല, ആലപ്പുഴ ജില്ലയിലില്ല എന്ന് അദ്ദേഹം പറയുണ്ടായി. അപ്പോൾ പാർട്ടി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെമോക്രസി എത്ര തരത്തിലാണുള്ളത്, അത് ഇത്ര തരത്തിലാണുള്ളത് എന്ന് പറഞ്ഞിട്ട് എല്ലാ സംഭവങ്ങളും പുള്ളി അത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ അത് അമ്പലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ, കാരണം പാർട്ടി സാധാരണഗതിയിൽ ചെയ്യുന്നത് അഞ്ചാമ്പത്തി, കുലംകുത്തി, ഒറ്റുകാരൻ അല്ലേ, ഈ അഴിമതി, പെണ്ണുപിടി തുടങ്ങിയ സാധനങ്ങൾ സുധാകരനെ പറ്റി പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അപ്പോൾ ഈ വഞ്ചകൻ എന്നുള്ള സാധനം പറയാനേ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള മറുപടി ആണ് അദ്ദേഹം ഈ സ്റ്റഡി ക്ലാസ് വഴി, അത് സഖാക്കൾക്കുള്ള സ്റ്റഡി ക്ലാസ്സാണ് ഈ വോട്ടർമാർക്കുള്ളത്. കാരണം സഖാക്കളുടെ വോട്ട് അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിന് ഉറപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹം അതുകൊണ്ട് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.